നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുകയും എല്ലാ ചാനലുകളും ആവശ്യത്തിലധികം ചർച്ച ചെയ്ത് വച്ചിരിക്കുന്ന വിഷയമാണ് ഇന്ത്യ ചൈന ബന്ധം. എത്ര ചർച്ച ചെയ്താലും തീരാത്തൊരു വിഷയമാണത്. അതുകൊണ്ടാണ് വീണ്ടും ഈ ചാനൽ ഇതെടുക്കുന്നത്. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമായ സംഭാവനകൾ അയച്ചു തരിക, ഞങ്ങളിൽ മെമ്പർഷിപ്പ് എടുക്കുക. അതിൻ്റെ ജോയിൻ എന്ന ഐക്കണിൽ നിങ്ങൾ അടിച്ചാൽ, വീഡിയോയിൽ ജോയിൻ ഐക്കണിൽ അടിച്ചു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. വ്യത്യസ്ത സ്ഥലങ്ങളിലെ മെമ്പർഷിപ്പ് ഉണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ചൈന ഇന്ത്യ ചർച്ച അല്ലെങ്കിൽ അവരുടെ ഒരു പരസ്പരം കൂടിക്കാണൽ, ആ ബന്ധം സ്ഥിരതയുള്ളതാകാനുള്ള ഒരു പുരോഗതിയാണ് കാണുന്നത്. കേവലം താൽക്കാലികമായിട്ടുള്ളതല്ല. ടിയാൻജിനിൽ നടന്നിട്ടുള്ള ചർച്ചകൾ, കഴിഞ്ഞ വർഷം റഷ്യയിലെ കസാനിൽ തങ്ങൾ നേരിട്ട് നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഇന്ത്യ ചൈന ബന്ധത്തിലുള്ള സ്ഥിരതയുള്ള പുരോഗതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രധാനമന്ത്രി ഷിൻ ജിൻപിങ്ങും സ്വാഗതം ചെയ്തു. കാരണം ഇപ്പോൾ ഒരു സ്ഥിരത വരുന്നതാണ് ചർച്ചയിൽ. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം കൊണ്ടുവരിക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കിഴക്കൻ ലഡാക്കിൽ നിന്ന് സേനാ പിന്മാറ്റം നടത്തിയിട്ടുണ്ട് ഇന്ത്യയും ചൈനയും സേനാ പിന്മാറ്റം കിഴക്കൻ ലഡാക്കിൽ നിന്ന് വരുത്തിയിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ് ലോകത്ത് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈന പ്രത്യേക പ്രതിനിധി തല യോഗത്തിൽ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് പറയുന്നു. അതുപോലെ തന്നെ അവരുടെ തുടർ ശ്രമങ്ങൾക്ക് ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവനയിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും സൃഷ്ടിക്കാനുള്ള അന്തരീക്ഷം രൂപപ്പെടുമെന്ന് മോഡി പറയുന്നു. കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചതിനെയും വിനോദസഞ്ചാര വിസ പുതുക്കി നൽകുന്നതും നല്ല കാര്യമാണെന്ന് മോഡി സംസാരിച്ചു. കൈലാസിലേക്ക് മാനസരോവർ തടാകത്തിലുള്ള തീർത്ഥാടനം ഇക്കൊല്ലം ആദ്യം ഇരു രാജ്യങ്ങളും പുനഃസ്ഥാപിച്ചിരുന്നു. അപ്പോൾ അത് വളരെ മനോഹരമായൊരു മാറ്റമാണ്. 280 കോടി ജനങ്ങൾ വരും നമ്മുടെ രണ്ട് രാജ്യം കൂടി. ക്ഷേമം ഇന്ത്യ ചൈന സഹകരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് മോഡി പറഞ്ഞു. ഇന്ത്യയിലെയും ചൈനയിലെയും ആകെ ജനസംഖ്യയാണ് ഇത്രയും. ഷങ്കായ് സഹകരണ ഉച്ചകോടിയുടെ അധ്യക്ഷത ചൈന വിജയകരമായി വഹിച്ചതിനെയും മോഡി അഭിനന്ദിച്ചു. കിഴക്കൻ ലഡാക്കിലെ സൈനിക സംഘർഷം അവസാനിപ്പിച്ച് സൈനിക പിന്മാറ്റത്തിന് ധാരണയായ ശേഷം മോഡി നടത്തുന്ന ആദ്യ ചൈന സന്ദർശനമാണിത്. 24 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് കസാനിൽ മോദി ഷാ ചർച്ച നടന്നത്. അടുത്ത വർഷം ഇന്ത്യയിൽ ഇതിൻ്റെ തുടർ ചർച്ചകളുണ്ടാകും. അതുപോൽ വളരെ വലിയ പുരോഗതിയാണ്. ഒരു സ്ഥിരതയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇതിനകത്തൊരു വളരെ രസകരവും വളരെ കൗതുകകരമായ കാര്യം, ഒന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, മറ്റൊന്ന് BJP ആണ് ഭരിക്കുന്നത്. എന്നിട്ടും ചുവന്ന പരവതാനി വിരിച്ച്, ചുവന്ന പട്ടുടുത്ത്, ചുവന്ന ഷോൾ ധരിച്ച്, ചുവന്ന ഫ്രോക്ക് ധരിച്ച് ചൈനീസ് വിദ്യാർത്ഥികളും ചൈനീസ് നാടക സംഘവും ഡാൻസ് സംഘവും നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നത് ഒരു ഒന്നൊന്നര കാഴ്ചയായിരുന്നു. എന്തായാലും ഇന്ത്യ ചൈന ബന്ധം ഒരു സ്ഥിരതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ മാസത്തെ ഏറ്റവും പ്രധാനമായ സാർവദേശീയ ന്യൂസ്.